തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് DGP രവാദ ചന്ദ്രശേഖർ. കരാർ കമ്പനിക്ക് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നും DGP പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി പേ ആൻഡ് പാർക്ക് സെന്ററുകളിൽ പോലീസ് പരിശോധന നടത്തും. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നതായാണ് പ്രാഥമിക നിഗമനം. മറ്റു ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നില്ല എന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി. നമ്മൾ ജസ്റ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദൃക്സാക്ഷിയും പിന്നെ ബാക്കിയുള്ള സാക്ഷികളുടെ മുറിയിലേക്ക് എടുത്തു. നമ്മൾ ഫോറൻസിക്കിൻ്റെ ടീമിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ ഈ പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഒരു സെക്യൂരിറ്റി ആഡിറ്റ് നടത്താൻ വേണ്ടി അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയിരിക്കുന്നത്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ DGP പറഞ്ഞതിൽ നിന്നും കരാർ കമ്പനിയാണോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? സ്മൃതി, തീർച്ചയായും കരാർ കമ്പനി പ്രതിക്കൂട്ടിൽ നിൽക്കുക തന്നെയാണ്. വലിയ തോതിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു ചെറിയ തീപ്പൊരി അത് വലിയ തീഗോളമായി മാറുന്നു. 500-ലധികം വാഹനങ്ങൾ കത്തി നശിക്കുന്നു. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോലും ഇത് പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞില്ല എന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഒരു ഫയർ സർവീസ് ഒരു സംവിധാനങ്ങളും ഇതിന് സമയത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഏറ്റവും ഭയാനകമായ രീതിയിലേക്ക് എത്തേണ്ടിയിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ കത്തി തീർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 500ഓളം വാഹനങ്ങളിലെ പെട്രോൾ ടാങ്കുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിച്ചാൽ അത് സ്വാഭാവികമായും 100 മീറ്റർ മാത്രം അകലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തും. അത് വലിയ മഹാദുരന്തത്തിലേക്ക് നയിക്കുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം മുകളിൽ കനത്ത ഷീറ്റുകളുണ്ടായിരുന്നു. ആ ഷീറ്റുകളിൽ തട്ടി അത് അവിടെ തന്നെ തീർന്നു എന്നതാണ് മഹാദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ ഇടയാക്കിയ കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നിയമപരമായിട്ടല്ല പ്രവർത്തിച്ചതെന്ന കണ്ടെത്തലാണ് ഇപ്പോഴുള്ളത്. സുരക്ഷാ വീഴ്ചയ്ക്ക് പുറമെ ഇത്തരത്തിലുള്ള പേ ആൻഡ് പാർക്ക് സംവിധാനം കോർപ്പറേഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തൽ കൂടി വരുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ വീഴ്ചകളുടെ വലിയ നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതോടൊപ്പം വലിയ നഷ്ടം, ഏകദേശം 20 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ നിലവിൽ കണക്കാക്കുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെല്ലാം ശാസ്ത്രീയമായ അന്വേഷണം, ഏതെല്ലാം മേഖലകളിൽ വീഴ്ച സംഭവിച്ചെന്ന അന്വേഷണം, ഇത്തരത്തിൽ റെയിൽവേയുടെയും പോലീസിനെയും അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് സമീപത്ത് തന്നെയായിരുന്നു സിഗ്നൽ സംവിധാനങ്ങളുടെ മുറി ഉണ്ടായിരുന്നത്. ആ സിഗ്നൽ സംവിധാനങ്ങളുടെ മുറിയിലേക്ക് തീർത്തുന്നതിന് മുമ്പ് അത് കെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു കാര്യം. ഇല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് ട്രെയിൻ ഗതാഗതം തന്നെ വലിയ തോതിൽ നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ഇത്തരത്തിൽ വലിയ ദുരന്തം ഒഴിവായി എന്നതോടൊപ്പം തന്നെ 20 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ശരി, ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.